അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഇതും മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോവാണ് കേട്ടോ. മഞ്ചേരിക്കാണ് പോണത്. ഒന്ന് രണ്ട് സംഗതികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോണ സ്ഥിതിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോളും നീനൊക്കെ വരുന്ന വരെ വെയിറ്റ് ചെയ്യുന്നില്ല. ഒരു വെയിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും നോമ്പാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഈ ഞായറാഴ്ച ഇന്നിപ്പോൾ ഇതുമുന് സ്കൂളും ഇല്ലല്ലോ, നാളേക്ക് ആകുമ്പോൾ സ്കൂളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഇന്നിങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 10:30, 10:45, 11 മണീൻ്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ രാവിലെ ഞാൻ പുട്ടും ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി ഉച്ചയ്ക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഏതായാലും ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, പോയി വിചാരിച്ച പണികളൊക്കെ ചെയ്ത് തീർത്ത് വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാ, പുട്ടും ഉരുളക്കിഴങ്ങ് കറിയും കഴിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആദ്യം ചുട്ടതാണ്. അപ്പോൾ മുപ്പർക്ക് പുട്ടൻ്റെ മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ചുട്ട് വെച്ചു. പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു, മീൻ മസാല തേച്ച് വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും പൊരിച്ചിട്ട് മേശപ്പുറത്ത് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് ഞാനിന്ന് പോണത്. അപ്പം എൻ്റെ ഹസ്ബൻഡും ഞങ്ങളിപ്പോൾ കൂടെ ഇറങ്ങുന്നുണ്ട്. മുപ്പർക്ക് തന്നെ പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ ഒരു എന്താ പറയുക, ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൻ്റെ ഒരു കുറി ഉണ്ട്. എല്ലാ മാസവും ഫസ്റ്റ് സൺഡേ ഒക്കെയാണ് കുറി എടുക്കുക. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി മൂപ്പര് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളെയും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ വിളിക്കുന്ന ഓട്ടോക്ക് വിളിച്ച് നോക്കിയപ്പോൾ ഇല്ല കേട്ടോ, വേറെ എവിടെയോ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി വേറെ ആരെയും വിളിക്കാൻ നിൽക്കണ്ട, ആദ്യം ഞാൻ അവിടെ ടൗണിൽ ബസ് സ്റ്റാൻഡിലാക്കി തരാം, എന്നിട്ട് പിന്നെ ഇതുമുനെ വന്ന് പിന്നെ വീണ്ടും കൊണ്ടാക്കിക്കോളാം. അങ്ങനെ 2 ട്രിപ്പ് അടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നെയാണ് ആദ്യം കൊണ്ടുപോകുന്നത് കേട്ടോ. ഇന്നെ അവിടെ ഇറക്കി ഇട്ടിട്ട് പിന്നെ തിരികെ വന്ന് ഇതുമൂനെയും കൊണ്ട് അവിടെ ബസ് സ്റ്റാൻഡിലാക്കി ഞങ്ങൾ രണ്ടാളും കൂടി ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതും മുന്ന് ഭയങ്കര ത്രില്ലിലാണ്. കാരണം എന്താ വെച്ചാൽ ഓൾ എപ്പോഴും ഒന്നില്ല മോളോ നീനോ ഐറൂസോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓളെ ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സങ്കടമാണ് ഇതുമൂന്. അപ്പോൾ ഇതിപ്പോൾ ഇന്നോളം മാത്രമാണല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ള സന്തോഷം ഓക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി ബസ്സൊക്കെ കയറി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എവിടെ ഇരുന്നാലും വെയിലുണ്ട്, ഏത് ഭാഗത്ത് ഇരുന്നാലാണ് വെയിൽ കൊള്ളാതെ പോകാമെന്നറിയില്ല. ഏതായാലും ഇതും ഇരുന്ന ഭാഗത്ത് നല്ല വെയിലുണ്ടാവുള്ളൂ. അത് സൺകിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഓവറാക്കി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വണ്ടി പോകുന്ന സമയത്ത് ആ ഭാഗത്ത് വെയിലുണ്ടായിരുന്നില്ല. അങ്ങനെ വളവൻ തിരിഞ്ഞപ്പോൾ ആ വെയിൽ പോയിട്ട് അപ്പുറ സൈഡിൽ വെയിൽ വന്നിട്ട് അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ പുറപ്പെട്ടു. നേരെ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ഓട്ടോയിലൊക്കെ കയറി ആദ്യം പോകുന്നത് മഞ്ചേരി കസവ് കേന്ദ്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഡ്രസ്സല്ല ക്ലോത്ത് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോമ്പൊക്കെ വരില്ലേ, പെരുന്നാൾക്കൊക്കെയുള്ള ഡ്രസ്സ് എടുത്ത് വെക്കണമെങ്കിൽ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇനി നോമ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വെയിൽ, ചൂട്, ഡ്രൈ, പിന്നെ നോമ്പിൻ്റെ പകലിങ്ങനെ ഇറങ്ങി നടക്കും വേണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ അങ്ങനെ നോമ്പിന് മുന്നേ എടുത്ത് വെക്കണം, അധികം ഞാൻ നോമ്പിന് മുന്നേ എടുത്ത് വെക്കാറാണ്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നോമ്പിന് ഇങ്ങനെ കറങ്ങി നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോമ്പിനെ ഇറങ്ങി അതോടുകൂടി എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് നോറ്റുക പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും അതിന് മുന്നേ വാങ്ങി വെക്കണം എന്ന് കരുതി. അപ്പോൾ ഞാൻ നീനുട്ടിക്ക് കുറേ ഓൺലൈനിലൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, മിന്ത്രയിലൊക്കെ പോക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നീനുവിനും ഇതുമൂനൊക്കെ ഇനിയിപ്പോൾ റെഡിമെയ്ഡ് തന്നെ വാങ്ങേണ്ടി വരും. എന്തായാലും എനിക്കുള്ള ക്ലോത്ത് വാങ്ങാനാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. കാരണം ഇപ്പോൾ വാങ്ങി വെച്ചാൽ നമുക്ക് പെരുന്നാളാകുമ്പോഴേക്കിന് കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പെരുന്നാളാകുമ്പോൾ എനിക്ക് ഡ്രസ്സ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ കാരണം ഒന്നുകിൽ എന്താ വെച്ചാൽ എനിക്ക് ഇപ്പം മുകളിൽ പോയി കയറി സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സമയം കിട്ടുന്നില്ല. അപ്പോൾ മക്കളൊക്കെ വരുന്ന സമയത്തായാലും എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ നോക്കാതെ ഈ സ്റ്റിച്ച് ചെയ്യാൻ കയറുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കയറപ്പോൾ നമുക്ക് എപ്പോഴാണോ കിട്ടുന്ന ആ സമയത്ത് ഇങ്ങനെ ഓരോന്ന് തയ്ച്ച് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കയറുന്നത്. അപ്പോൾ ഇതും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലോത്തൊക്കെ വന്നിട്ടേ ഉള്ളൂ, അത് പൊട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഞാൻ കൊടുത്ത് 2-3 ടൈപ്പ് ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് വീട്ടിൽ നിന്ന് ഇടാനൊക്കെ പറ്റിയ ഒരു ക്ലോത്തും പിന്നെ ചെറിയ ടോപ്പ്, ഇപ്പം നീനുട്ടിക്ക് ജോലിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ചെറിയ ടോപ്പ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് അതിനുള്ള ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് വാങ്ങി പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി അത് വാങ്ങിയപ്പോൾ നമ്മൾ ടയേർഡായി ഞാൻ ചായ മാത്രം അരി കൊടുത്ത് പോരുമ്പോൾ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അത് പിന്നെ ചായ കുടിക്കാതെ നമ്മൾ ഉടുക്കും പുറത്തിറങ്ങൂലല്ലോ. അപ്പോൾ അങ്ങനെ അത് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയും ബസ്സിലൊക്കെ വന്നു ഈ ഡ്രസ്സ് ക്ലോത്തൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതും ചായ വേണ്ട ഓക്ക് ലൈമ് മതിയാണ്. അപ്പോൾ തണുപ്പധികം തൊണ്ടക്ക് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പധികം വയ്യ. അപ്പോൾ ഞാൻ തണുപ്പില്ലാത്ത നാരങ്ങളും വാങ്ങി കൊടുത്തു കേട്ടോ. അപ്പോൾ ചായ കുടിച്ചപ്പോൾ എന്തെങ്കിലും സ്നാക്സ് വാങ്ങി തരുമോ ചുറ്റുവട്ടം നോക്കിയപ്പോൾ പപ്സ് ഉണ്ട്, മുട്ട പപ്സ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അത് കഴിക്കേണ്ടല്ലോ ഇന്ന്. അപ്പോൾ ഞാനൊരു ഷവർമ വാങ്ങിയിട്ട് ഉച്ച സമയമായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1 മണിയാകാം, 12:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ചോറിന് പകരമായിട്ടുള്ള ഫുഡാണ് ഞങ്ങൾ ഈ കഴിക്കുന്നത്. ഒരൊറ്റ ഷവർമ
വാങ്ങിയിട്ട് പകുതി ആക്കിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പം അവിടുന്ന് ഓള് പോരുമ്പോൾ ഒരു പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇനി ഞങ്ങൾ നേരെ പോണത് ഇന്ത്യ മാൾക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇങ്ങോട്ട് പോരണമെന്ന് വിചാരിച്ചപ്പം ഞാൻ അനോമി സിനിമൻ്റെ സമയം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 9 മണിക്കും രാവിലെ 11:30ക്കും പിന്നെ ഉച്ചയ്ക്കും 1:15 വൈകുന്നേരം 6 മണിക്കും രാത്രി 9 മണിക്കാണ് 4 സമയത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈനുള്ള ദിവസം ഞങ്ങൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു സിനിമക്ക്. പക്ഷേ അന്ന് 1:30 ആയതുകൊണ്ടും വെള്ളിയാഴ്ച ആയതുകൊണ്ടും അന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ. നീനും മോളും ഇല്ലാതെ പോകാറിയണേ എനിക്ക് ഭയങ്കര ചടുപ്പാണ് കേട്ടോ. പിന്നെ നീനുട്ടി പറഞ്ഞു ഉമ്മച്ചി വെക്കോന്ന്. അനോമി എന്നുള്ള ഫിലിമില്ലേ, അതായത് ഭാവനൻ്റെ സിനിമ. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ സിനിമ എന്തായാലും കാണണം, ഭയങ്കര അടിപൊളി പടമായിരിക്കും, നല്ല ത്രില്ലർ പടമായിരിക്കും. നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിന്നെ മോളും ഓളോ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി കണ്ടു എന്ന് പറഞ്ഞു. എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ കണ്ട് ഉമ്മച്ചി നല്ല അടിപൊളി മൂവിയാണ്, ഉമ്മച്ചി എന്തായാലും പോയി കണ്ടുകൊണ്ട് നല്ല സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീനുള്ള ദിവസം നോക്കിയപ്പോൾ എന്നിട്ട് പോകാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നീനോട്ടി പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഉമ്മച്ചി പോയി കണ്ടുകൊണ്ട് ഇനി ഞാൻ വരുമ്പോൾ നോമ്പൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് എന്താ പോകാൻ പറ്റൂല, അപ്പോൾ ഉമ്മച്ചെങ്കിൽ പോയി കണ്ടുകൊണ്ട് പിന്നെ ഇത് മുന്നിൽ കൂട്ടി പോയി കണ്ടുകൊണ്ട് എന്നൊക്കെ ഓളും പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എനിക്ക് ഇത് അത്രയും ആഗ്രഹമുള്ളൊരു സിനിമ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോരില്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ചടപ്പാണ്. പിന്നെ എന്താ വെച്ചാൽ ഒറ്റയ്ക്കൊക്കെ പോയി പഠിക്കണം അല്ലേ, നമ്മൾ ഒറ്റയ്ക്ക് എല്ലായിടത്തും പോയി ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കണം എന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ. കാരണം നമ്മളെല്ലാം പേടിച്ച് ഇങ്ങനെ നിൽക്കൂലേ, നമ്മൾ എങ്ങനെ ഇപ്പോൾ പോവാ, എന്താ ചെയ്യാന്ന്, നാട്ടുകാരെ പേടിക്കണം, വീട്ടുകാരെ പേടിക്കണം എന്ന പോലെ. അപ്പം ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പ്രശ്നമില്ല. മൂപ്പരോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോട്ടെ, നിങ്ങൾ പോരുന്നുണ്ടോ, നിങ്ങൾ പോരി എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാണ് ഇല്ല ഈ വെക്കോ, എനിക്ക് സിനിമ ഇപ്പോൾ ഞാൻ എന്തായാലും പോരൂല എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ മൂപ്പര് ഈ പോയി കണ്ടോ, എനിക്ക് ആഗ്രഹം കണ്ടോ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതും മൂന്നും കൂട്ടി ഞങ്ങളിത് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. എനിക്ക് ഫിലിം കാണാൻ അറിയണത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നമ്മൾ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. അതേപോലെ തന്നെ എനിക്ക് ഭാവനനെ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ് കേട്ടോ ഭാവന. അവളൊരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം ഈ ഒരു അനോമി എന്നുള്ള പടം. അപ്പോൾ എനിക്കത് എന്താ പറയുക, ഭയങ്കര കാണണം എന്നുള്ള ആഗ്രഹിച്ച് വിചാരിച്ചിരുന്ന ഒരു സിനിമയാണത്. അപ്പോൾ ഞാനും ഇതും കൂടെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അരീക്കോട് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്താൽ അതൊരു സമാധാനം കേട്ടോ. അല്ല ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്താൽ മതി, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഉച്ചൻ്റെ സമയം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇനി. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ വന്ന സമയത്ത് നമ്മൾ അപ്പുറപ്പുറമൊക്കെ ഇരിക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഒരു കംഫർട്ടായിട്ട് ബക്കത്തൊക്കെ ഉള്ള സീറ്റൊക്കെ ആകുമ്പോൾ ഉള്ളിലേക്ക് ഇരിക്കാതെ അതിനനുസരിച്ച് സീറ്റൊക്കെ ബുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തൊക്കെ പോകുന്നതാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഇതുമൂന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട്, അപ്പോൾ ഇത് ഇന്നിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി സാധനങ്ങളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മക്കളൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഭയങ്കര മിസ് ചെയ്തിട്ടോ അവിടെ ഇങ്ങനെ മോളൂനും നീനുവിനൊക്കെ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് എൻ്റെ അയറുട്ടനെ നല്ല രീതിയിൽ മിസ് ചെയ്തു. ഓനുണ്ടെങ്കിൽ എൻ്റെ ഒക്കത്ത് ഇങ്ങനെ ഓനുണ്ടാവും. അപ്പോൾ അധികം ഒന്നും വാങ്ങിയില്ല. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു ഇൻ്റർവെല്ലിന് വാങ്ങാൻ പോകുക അങ്ങനെയുള്ള പരിപാടി ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് എന്താ വേണ്ടിച്ചപ്പോൾ വാങ്ങിക്കോ എന്നിട്ട് കയറിക്കോ, പിന്നെ ഇറങ്ങൂല കേട്ടോ, നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ സിനിമ കണ്ട സീറ്റ് കുറച്ചൊക്കെ ബാക്കിയുണ്ടായിരുന്നു. കാരണം 1:15 സിനിമയ്ക്ക് ഞങ്ങൾ 1 മണിക്കേ കയറി ഇരിക്കുകയാണ് കേട്ടോ. കാരണം അവിടെ അതുകൊണ്ട് തന്നെ തിരക്കില്ലാത്തത്. പിന്നെ ഇങ്ങനെ ആൾക്കാർ വന്ന് തിരക്കൊക്കെ ആയി. അതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അത് ആ സിനിമ സ്റ്റാർട്ട് ചെയ്തു. ഈ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണണം. അടിപൊളി ത്രില്ലർ മൂവിയാണ്, നല്ല ട്വിസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. ഈ നമ്മളെ പ്രതീക്ഷിച്ച് പോയത് ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുമൂന്ന് അതിലേറെ ഇഷ്ടമായി. ഭാവനനൊന്നും അറിയില്ല, കാരണം ഓളൊക്കെ വരുന്ന സമയത്ത് ഭാവന നടിനൊന്നും ഓൾക്ക് അറിയില്ലല്ലോ, ഓളൊക്കെ ചെറിയ കുട്ടിയല്ലേ. ഓള് കണ്ടിട്ട് ഈ നടി ഏതാ വെച്ച് ഇവൾ നല്ല അഭിനയമാണല്ലോ, അവൻ എന്ത് രസമല്ലേ കാണാൻ, എന്ത് ഭംഗിയല്ലേ കാണാൻ, ഓളെ ഡ്രസ്സിങ് എന്ത് ഭംഗിയല്ലേ, ഓളൊക്കെ ഡ്രസ്സ് നല്ല രസമുണ്ട്, അങ്ങനത്തെ ഡ്രസ്സ് മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതും ഭയങ്കര ത്രില്ലിലാട്ടോ. എന്തായാലും സിനിമയൊക്കെ കണ്ട് ഇറങ്ങി ഞങ്ങൾ പിന്നെ നേരെ പോയത് ഉമ്മാൻ്റെ അടുത്ത് കേട്ടോ. ഞാൻ ഇന്നലെ അതായത് ശനിയാഴ്ച ഉമ്മാൻ്റെ മറ്റേ ഭാഗത്തുള്ള പല്ലും ഒക്കെ എടുത്തു കേട്ടോ. കാരണം പിന്നെ അന്ന് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. നുജൂം അവിടെ ഉണ്ട്, ശനിയാഴ്ച ഒന്ന് ലീവ് ആയതുകൊണ്ട് നുജൂം ഉള്ളതുകൊണ്ട് കൊണ്ടുപോയിക്കോളാം, ഞാൻ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പല്ല് പറിക്കാൻ ഓനാട്ടോ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പല്ല് പറിക്കുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാണാമെന്നല്ലോ, ഒന്ന് കാണും ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ ഞാൻ വിചാരിച്ചിരുന്ന പ്ലാന്. അപ്പോൾ
ഒന്ന് ഡ്രസ്സ് എടുക്കുക, പിന്നെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് പോയി വരിക. ഇത് രണ്ട് മാത്രമായിരുന്നു ആദ്യത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഏതായാലും ഇങ്ങോട്ട് വരില്ലേ എന്ന് വിചാരിച്ച് സിനിമയും കാണാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ വന്ന് ഞങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കുടിച്ച് അത് നീലുട്ടന് ഭയങ്കര എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നീലുട്ടന് ഞങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇമ്മ അപ്പണ്ട് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉമ്മാക്കും ജ്യൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നുജും ഉറങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എന്തോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഒരു സംസാരിച്ചിരുന്ന് പിന്നെ ഉറങ്ങാൻ നല്ല ലേറ്റ് ആയതുകൊണ്ട് നുജും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഓനും ഉറങ്ങിയത്. അപ്പോൾ ഓനും കാണാൻ പറ്റിയില്ല. ഇനി ഉറക്കത്തിൻ്റെ ഇടയിൽ കൂടെ വിളിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ വിളിക്കണ്ടെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ഇപ്പോൾ നീലുവിനും ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നുണ്ട്. പിന്നെ അധികം നേരം നിന്നില്ല. ഞങ്ങൾ ഓട്ടോറിക്ഷ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുന്ന് ഓട്ടോ കിട്ടാനൊക്കെ പിന്നെ ഭയങ്കര പണിയാണ്. പിന്നെ അപ്പം തന്നെ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റാൻഡിൽ പോയി ബസ് കയറി അരീക്കോടെത്തി. അരീക്കോടുന്ന് പിന്നെ ഇതുമ്മൂന്ന് കുറച്ച് നൂലുണ്ട തേങ്ങ ഓളിപ്പോൾ ഒരു എന്തൊക്കെയോ നൂലുകൊണ്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ ഇവിടെ വീട്ടിലെത്തി. വന്നപ്പോൾ ഉളപ്പച്ചിൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് മൂപ്പര് പുറത്ത് പോയത് കേട്ടോ. അപ്പോൾ വന്ന പഠനോട് ഫോൺ എടുത്ത് വീഡിയോ കാണാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയ നൂല്. കണ്ടോ, ഈ ഒരു കെട്ട് നൂല് 100 രൂപയാണ് ഒരു നൂല്. അപ്പോൾ ഇനി നൂല് എന്ന് പറയുന്നത് വിചാരിച്ചിട്ട് വലിയൊരു കെട്ട് തന്നെയാണ് വാങ്ങിക്കൊടുത്തു. പിന്നെ ചെറിയ 2-3 കെട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോരുന്ന വേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി. ഉള്ളി, തക്കാളി, അങ്ങനെ അധികമൊന്നുമില്ല. അതാ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറുള്ളിയൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങളും വാങ്ങി ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങൾ. ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ തുണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. പിന്നെ ഞാൻ സൗമ്യനോട് ആദ്യം തന്നെ സോറി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇന്ന് രാവിലെ പോകാനുള്ള തിരക്കിൽ വെയിറ്റ് നോക്കാൻ വിട്ടുപോയി. അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.